അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു നമ്മെ എല്ലാവരെയും അവന്റെ സ്നേഹവും കാരുണ്യവും മനസ്സിലാക്കുന്ന യഥാർത്ഥ അടിമകളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകളിൽ ഈ വിനീതനെയും ഉൾപ്പെടുത്തണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. രാത്രിയുടെ കനത്ത ഇരുട്ടിൽ വഴി നഷ്ടപ്പെട്ട ഒരു യാത്രക്കാരനെ സങ്കൽപ്പിക്കുക. മുന്നോട്ടു പോകാൻ വെളിച്ചമില്ല, തിരികെ നടക്കാൻ വഴിയുമറിയില്ല. പ്രതീക്ഷയുടെ അവസാന കണികയും അസ്തമിച്ചു എന്ന് അയാൾ കരുതുമ്പോഴാണ് ദൂരെ ആകാശത്ത് പ്രഭാതസൂര്യന്റെ ആദ്യ കിരണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത്. ആ ഒരു കാഴ്ച നൽകുന്ന ആശ്വാസം എത്ര വലുതായിരിക്കും! നമ്മുടെ ജീവിതവും ചിലപ്പോൾ ഇതുപോലെയാണ്. ദുഃഖങ്ങളുടെയും നിരാശയുടെയും ഇരുട്ടിൽ നാം തനിച്ചാകുമ്പോൾ, നമ്മുടെ രക്ഷിതാവ് നമ്മെ കൈവിട്ടുവോ എന്നുപോലും ചിന്തിച്ചു പോകുമ്പോൾ, ആശ്വാസത്തിന്റെ ഒരു പ്രഭാത കിരണം പോലെയാണ് അല്ലാഹുവിന്റെ വാക്കുകൾ നമ്മിലേക്കെത്തുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അത്തരമൊരു ദിവ്യമായ സാന്ത്വനത്തെക്കുറിച്ചാണ്. ഹൃദയങ്ങളെ സ്നേഹം കൊണ്ട് പൊതിയുന്ന ആശ്വാസത്തിന്റെ വാക്കുകളെക്കുറിച്ച്. അത് മറ്റാരിൽ നിന്നുമല്ല, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന നമ്മുടെ രക്ഷിതാവിൽ നിന്നുള്ള ആശ്വാസം. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിന് സാന്ത്വനമേകിയ ഒരധ്യായമാണ്. അന്നുമുതൽ ഇന്നുവരെ ദുഃഖിതരായ ഓരോ ഹൃദയത്തിനും ഇത് ആശ്വാസം നൽകിക്കൊണ്ടേയിരിക്കുന്നു. നാം സംസാരിക്കാൻ പോകുന്നത് പരിശുദ്ധ ഖുർആനിലെ 93-ാം അധ്യായമായ സൂറത്തുദ്ദുഹയെക്കുറിച്ചാണ്. ഈ സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടതിന്റെ പിന്നിൽ ഹൃദയസ്പർശിയായ ഒരു കഥയുണ്ട്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ദിവ്യബോധനം അഥവാ വഹീ ലഭിച്ചു തുടങ്ങിയ കാലം. ജിബ്രീൽ എന്ന മാലാഖ ഖുർആനിലെ വചനങ്ങൾ അദ്ദേഹത്തിന് എത്തിച്ചുകൊടുക്കുന്നു. എല്ലാ ദിവസവും ആ ദിവ്യവചനങ്ങൾക്കായി അദ്ദേഹം കാത്തിരിക്കും. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഊർജ്ജമായിരുന്നു. എന്നാൽ പെട്ടെന്ന് അത് നിലച്ചു. ദിവസങ്ങൾ കടന്നുപോയി, ആഴ്ചകൾ കടന്നുപോയി. ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നില്ല. പുതിയ ഖുർആൻ വചനങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നില്ല. പ്രവാചകന്റെ മനസ്സ് വേദനിച്ചു. എന്റെ രക്ഷിതാവെന്നോട് കോപത്തിലാണോ? എന്നിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചോ? അവൻ എന്നെ ഉപേക്ഷിച്ചോ എന്നൊക്കെയുള്ള ചിന്തകൾ അദ്ദേഹത്തെ അലട്ടാൻ തുടങ്ങി. ഈ സാഹചര്യത്തെ ശത്രുക്കൾ മുതലെടുത്തു. അബൂലഹബിന്റെ ഭാര്യ ഉമ്മു ജമീൽ പ്രവാചകനെ പരിഹസിച്ചു പറഞ്ഞു, മുഹമ്മദേ, നിന്റെ കൂട്ടുകാരനായ പിശാച് നിന്നെ ഉപേക്ഷിച്ചെന്ന് തോന്നുന്നു. സങ്കൽപ്പിക്കാനാകുമോ ആ വേദന? താൻ ഏറ്റവും സ്നേഹിക്കുന്ന തന്റെ ജീവിതത്തിന്റെ ആധാരമായ രക്ഷിതാവിൽ നിന്ന് അകന്നു ഒരു വശത്ത്, മറുവശത്ത് ശത്രുക്കളുടെ കൂർത്ത പരിഹാസവാക്കുകൾ. പ്രവാചകന്റെ ദുഃഖം അതിന്റെ പരാമിയത്തിലെത്തി. അദ്ദേഹം കഠിനമായ വിഷാദത്തിലും മേഘാന്തതയിലുമായിരുന്നു. ആ ഇരുണ്ട ദിനങ്ങളിലാണ് ആകാശത്തുനിന്ന് ആശ്വാസത്തിന്റെ വെളിച്ചമായി ജിബ്രീൽ അലൈഹിസ്സലാം വീണ്ടും വരുന്നത്. അദ്ദേഹം കൊണ്ടുവന്നത് സാധാരണ വചനങ്ങളല്ല, അത് സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, ഉറപ്പിന്റെ ഒരു മഹാകാവ്യമായിരുന്നു. സൂറത്തുദ്ദുഹ. ഈ സൂറത്ത് തുടങ്ങുന്നത് 2 സത്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. വല്ലുഹ, പൂർവാഹനം തന്നെയാണ് സത്യം. വല്ലൈലി ഇദാ സജ, ശാന്തമാകുമ്പോൾ രാത്രി തന്നെയാണ് സത്യം. വെറും 2 സത്യവാചകങ്ങളല്ല ഇത്. ഇതിന്റെ ആഴങ്ങളിൽ വലിയ അർത്ഥങ്ങളുണ്ട്. എന്താണ് പൂർവാഹനം? ഇരുൾ നിറഞ്ഞ രാത്രിക്കുശേഷം പ്രകാശം പരത്തുന്ന, പ്രതീക്ഷ നൽകുന്ന പകലിന്റെ തുടക്കം. സൂര്യോദയത്തിനു ശേഷം സൂര്യരശ്മികൾ ലോകം മുഴുവൻ വ്യാപിക്കുമ്പോൾ എല്ലാം വ്യക്തവും സജീവവുമാകുന്നു. അല്ലാഹു ആ പ്രകാശത്തെക്കൊണ്ട് സത്യം ചെയ്യുന്നു. അതോടൊപ്പം ശാന്തമായ രാത്രിയെക്കൊണ്ടും സത്യം ചെയ്യുന്നു. എന്തിനാണ് രാത്രിയെക്കുറിച്ചു പറയുന്നത്? കാരണം രാത്രി വിശ്രമത്തിനും സമാധാനത്തിനുമുള്ളതാണ്. ഒരു ദിവസത്തെ എല്ലാ കഷ്ടപ്പാടുകൾക്കും ശേഷം നാം സമാധാനം തേടുന്നത് രാത്രിയിലാണ്. ഈ 2 സത്യങ്ങളിലൂടെ അല്ലാഹു പ്രവാചകനോടും നമ്മോടും പറയുന്നതെന്താണ്? ഹേ പ്രവാചക, നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഇരുട്ടാണെന്ന് നീ കരുതിയോ? നിന്നെ ദുഃഖങ്ങൾ വലയം ചെയ്തു എന്ന് നീ വിചാരിച്ചോ? എന്നാൽ ഓർക്കുക, ഓരോ ഇരുണ്ട രാത്രിക്കും ശേഷവും പ്രകാശപൂർണമായ ഒരു പകൽ വരാനിരിക്കുന്നു. നിന്റെ ദുഃഖങ്ങൾ ശാശ്വതനല്ല. ഓരോ കഷ്ടപ്പാടിനു ശേഷവും ആശ്വാസമുണ്ട്. ഈ വാഗ്ദാനം നൽകിയ ശേഷം അല്ലാഹു പ്രവാചകന്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ഭയത്തെ അഭിസംബോധനം ചെയ്യുന്നു. ആ വചനം കേൾക്കുമ്പോൾ അത് നമ്മോട് ഓരോരുത്തരോടും പറയുന്നതുപോലെ നമുക്ക് തോന്നും. അല്ലാഹുവിന്റെ ആശ്വാസവാക്കുകളിലേക്ക് നമുക്ക് കൂടുതൽ ആഴത്തിൽ സഞ്ചരിക്കാം.
പ്രവാചകന്റെ ഹൃദയം വേദന കൊണ്ട് നിറഞ്ഞിരുന്ന ആ നിമിഷത്തിലാണ് സ്നേഹത്തിന്റെയും ഉറപ്പിന്റെയും ആഴമേറിയ വാക്കുകൾ അവതരിക്കുന്നത്. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, നിന്റെ രക്ഷിതാവ് നിങ്ങെ കൈവിട്ടിട്ടുമില്ല, വെറുത്തിട്ടുമില്ല എന്ന്. ഒന്ന് നിർത്തി ഈ വാചകത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. എത്ര മനോഹരമായ, എത്ര ആർദ്രമായ വാക്കുകളാണിത്. ഇത് വെറുമൊരു പ്രസ്താവനയല്ല, ഇതൊരാലിംഗനമാണ്. വേദനിക്കുന്നൊരു ഹൃദയത്തെ ചേർത്ത് പിടിച്ച്, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറയുന്നത് പോലെ. അല്ലാഹുവിനു വേണമെങ്കിൽ ഞാൻ നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് ലളിതമായി പറയാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല പറഞ്ഞത്. മാ വദ്ദഅക എന്നാൽ കൈവിട്ടിട്ടില്ല എന്നർത്ഥം വരുന്ന ആ വാക്ക് യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോകുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അല്ലാഹു പറയുകയാണ്, ഞാൻ നിന്നോട് യാത്ര പറഞ്ഞ് എങ്ങോട്ടും പോയിട്ടില്ല. തുടർന്ന് പറയുന്നു, വമാ ഖലാ എന്നാൽ വെറുത്തിട്ടുമില്ല. ഇത് നമ്മുടെ ജീവിതവുമായി ഒന്ന് ചേർത്തുവെച്ചു നോക്കൂ. നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ, ദുആകൾക്ക് ഉത്തരം വൈകുമ്പോൾ നമ്മുടെ മനസ്സിലും ഈ ചിന്ത വരാറില്ലേ? എന്റെ റബ്ബെന്നെ കേൾക്കുന്നില്ലേ? അവനെന്നെ മറന്നുവോ? എന്റെ പാപങ്ങൾ കാരണം അവനെന്നെ വെറുത്തുവോ എന്ന്. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ ആയത്ത്. ഇല്ല, അല്ലാഹു നിങ്ങളെ കൈവിട്ടിട്ടില്ല, അവൻ നിങ്ങളെ വെറുത്തിട്ടുമില്ല. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം വൈകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവൻ നിങ്ങളെ കേൾക്കുന്നില്ല എന്നല്ല. നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവൻ നിങ്ങളെ വെറുത്തു എന്നുമല്ല. ചിലപ്പോൾ ഒരു ഉമ്മ തന്റെ കുഞ്ഞിന് അവൻ ആവശ്യപ്പെടുന്നതെല്ലാം നൽകാറില്ല. കാരണം ആ കുഞ്ഞിനേക്കാൾ നന്നായി ആ ഉമ്മക്കറിയാം അവൻ എന്താണ് നല്ലതെന്ന്. ചിലപ്പോൾ കുഞ്ഞ് തീയിൽ കളിക്കാൻ വാശി പിടിച്ചേക്കാം, മൂർച്ചയുള്ള കത്തികൊണ്ട് കളിക്കാൻ കരഞ്ഞേക്കാം. ആ ഉമ്മ അത് നൽകാത്തത് കുഞ്ഞിനെ വെറുത്തതുകൊണ്ടാണോ? അല്ല, മറിച്ച് അളവറ്റ സ്നേഹമുള്ളതുകൊണ്ടാണ്. അതുപോലെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച നമ്മുടെ രക്ഷിതാവിന് നമ്മളെക്കാൾ നന്നായി അറിയാം നമുക്കെന്താണ് വേണ്ടതെന്നും എപ്പോഴാണത് നൽകേണ്ടതെന്നും. നിങ്ങളുടെ ഒരു കണ്ണുനീർ തുള്ളി പോലും അവൻ കാണാതെ പോകുന്നില്ല. നിങ്ങളുടെ ഹൃദയത്തിലെ നേർത്ത തേങ്ങൽ പോലും അവൻ കേൾക്കാതെ പോകുന്നില്ല. ഈ പ്രയാസങ്ങൾ ഒരു താൽക്കാലികമായ രാത്രിയാണെങ്കിൽ അതിനപ്പുറം നിങ്ങളെ കാത്തിരിക്കുന്നത് പ്രകാശപൂർണമായ ഒരു പ്രഭാതമാണെന്ന ഉറപ്പാണ് അല്ലാഹു ഈ വാക്കുകളിലൂടെ നൽകുന്നത്. ഈ ഉറപ്പ് നൽകിയ ശേഷം അല്ലാഹു പ്രവാചകന് അതുവഴി നമ്മൾ ഓരോരുത്തർക്കും ഒരു വലിയ സന്തോഷവാർത്ത നൽകുന്നു. കേവലം ഈ ലോകത്തെ ആശ്വാസം മാത്രമല്ല, അതിനപ്പുറമുള്ള ഒരു വാഗ്ദാനം. അതാണ് അടുത്ത വചനം, വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ, തീർച്ചയായും പരലോകം നിനക്ക് ഇഹലോകത്തേക്കാൾ ഉത്തമമാകുന്നു എന്ന്. ഈ ആയത്തിന് രണ്ട് തലത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. ഒന്ന്, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ ദുനിയാവിലെ ജീവിതം താൽക്കാലികമാണ്. ഇതിലെ സുഖങ്ങളും ദുഃഖങ്ങളും കടന്നുപോകും. യഥാർത്ഥ ജീവിതം വരാനിരിക്കുന്നതേ ഉള്ളൂ. പരലോകത്തെ അനുഗ്രഹങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇവിടുത്തെ പ്രയാസങ്ങളൊന്നുമല്ല. പ്രവാചകങ്ങളോട് പറയുകയാണ്, ഇപ്പോൾ അങ്ങ് അനുഭവിക്കുന്ന വേദനകളും പരിഹാസങ്ങളും കാര്യമാക്കണ്ട. ഇതിനെല്ലാം പകരമായി അങ്ങേക്ക് പരലോകത്ത് ലഭിക്കാൻ പോകുന്നത് അവർക്ക് സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത അനുഗ്രഹങ്ങളാണ്. എന്നാൽ ഇതിന് മറ്റൊരു മനോഹരമായ അർത്ഥം കൂടിയുണ്ട്. പല പണ്ഡിതന്മാരും വിശദീകരിക്കുന്നത് അൽ ആഖിറത്തു എന്നാൽ വരാനിരിക്കുന്നത് എന്നും അൽ ഊല എന്നാൽ കഴിഞ്ഞുപോയത് എന്നും അർത്ഥമെടുക്കാമെന്നാണ്. അപ്പോൾ ഈ ആയത്തിന്റെ അർത്ഥം ഇങ്ങനെയാകും, തീർച്ചയായും നിനക്ക് വരാനിരിക്കുന്നത് കഴിഞ്ഞുപോയതിനേക്കാൾ ഉത്തമമായിരിക്കുമെന്ന്. എന്തൊരു ശക്തമായ വാഗ്ദാനമാണിത്! പ്രവാചകന്റെ അന്നത്തെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുക. വഹ്യ് നിലച്ചിരിക്കുന്നു, ശത്രുക്കൾ പരിഹസിക്കുന്നു. ആ സാഹചര്യത്തിൽ അല്ലാഹു പറയുകയാണ്, മുഹമ്മദേ, വിഷമിക്കണ്ട, നിന്റെ ഭാവിയാണ് ശോഭനം. ഇപ്പോൾ നീ അനുഭവിക്കുന്ന ഈ അവസ്ഥയേക്കാൾ എത്രയോ മികച്ചതായിരിക്കും നിന്റെ ഭാവി. ചരിത്രം അതിന് സാക്ഷിയാണ്. പിന്നീട് ഇസ്ലാം ലോകം മുഴുവൻ വ്യാപിച്ചു. പ്രവാചകനെ പരിഹസിച്ചവർ ഒന്നുമല്ലാതായി തീർന്നു. അദ്ദേഹത്തിന്റെ നാമം ലോകമെമ്പാടും ബഹുമാനത്തോടെ ഉച്ചരിക്കപ്പെടുന്നു. ഈ വാഗ്ദാനം ഇന്ന് നമുക്കും ബാധകമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലകളേക്കാൾ നല്ലൊരു നാളെ അല്ലാഹു നിങ്ങൾക്കായി ഒരുക്കിവച്ചിരിക്കുന്നു. നിങ്ങളിപ്പോൾ കടന്നുപോകുന്ന സാമ്പത്തിക പ്രയാസങ്ങളേക്കാൾ നല്ലൊരു സാമ്പത്തിക ഭദ്രത ഭാവിയിൽ അല്ലാഹു നിങ്ങൾക്ക് നൽകിയേക്കാം. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന രോഗാവസ്ഥയേക്കാൾ നല്ലൊരു ആരോഗ്യം അവൻ നിങ്ങൾക്ക് നൽകിയേക്കാം. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഏകാന്തതയേക്കാൾ നല്ലൊരു കുടുംബജീവിതം അവൻ നിങ്ങൾക്ക് നൽകിയേക്കാം. പ്രതീക്ഷ കൈവിടാതിരിക്കുക. കാരണം നിങ്ങളുടെ രക്ഷിതാവ് വാഗ്ദാനം ചെയ്യുന്നു, നിനക്ക് വരാനിരിക്കുന്നത് കഴിഞ്ഞുപോയതിനേക്കാൾ ഉത്തമമായിരിക്കും. നിങ്ങളുടെ ഏറ്റവും മികച്ച ദിവസങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ. നിനക്ക് വരാനിരിക്കുന്നത് കഴിഞ്ഞുപോയതിനേക്കാൾ ഉത്തമമായിരിക്കും എന്ന ആ വാഗ്ദാനം തന്നെ നമ്മുടെ ഹൃദയങ്ങൾക്ക് എത്രമാത്രം പ്രതീക്ഷയാണ് നൽകുന്നത്. എന്നാൽ അല്ലാഹുവിന്റെ സ്നേഹം അവിടെയും അവസാനിക്കുന്നില്ല.
അവൻ നൽകുന്ന ഉറപ്പുകൾക്ക് അതിരുകളില്ല. അടുത്ത വചനം സൂറത്തുദ്ദുഹായുടെ ഹൃദയമാണ്, ആശ്വാസത്തിന്റെ കൊടുമുടിയാണ്. അല്ലാഹു പറയുന്നു, വഴിയെ നിന്റെ രക്ഷിതാവ് നിനക്ക് നൽകുന്നതാണ്, അപ്പോൾ നീ തൃപ്തിപ്പെടുന്നതാണ്. ഈയൊരു വചനത്തിന്റെ ആഴം നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടോ? നിനക്ക് നൽകും എന്ന് മാത്രമല്ല അല്ലാഹു പറഞ്ഞത്, നീ തൃപ്തിപ്പെടുന്നതുവരെ നൽകും എന്നാണ്. റദിയ എന്ന വാക്കിന് അറബിയിൽ സംതൃപ്തനായി, പൂർണ്ണമായി സന്തോഷവാനായി എന്നൊക്കെയാണ് അർത്ഥം. നിങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹമുണ്ടാകാം. ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു ജോലി വേണം. അല്ലാഹു നിങ്ങൾക്കൊരു ജോലി നൽകുന്നു. അതൊരു സഹായമാണ്. എന്നാൽ അല്ലാഹു ഇവിടെ വാഗ്ദാനം ചെയ്യുന്നത് അതല്ല. അവൻ നിങ്ങൾക്ക് നൽകും, നൽകിക്കൊണ്ടേയിരിക്കും. അവസാനം നിങ്ങളുടെ ഹൃദയം നിറഞ്ഞ് നിങ്ങൾ പറയും, യാ റബ്ബ്, അൽഹംദുലില്ലാഹ്, ഞാൻ പൂർണ്ണമായി തൃപ്തനാണ്, എനിക്കിനി ഒന്നും വേണ്ട. ആ ഒരവസ്ഥയിലേക്ക് അല്ലാഹു നിങ്ങളെ എത്തിക്കുമെന്നാണ് ഈ വാഗ്ദാനം. സങ്കൽപ്പിക്കുക, നിങ്ങൾ അല്ലാഹുവിനോടൊരു വീടിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവൻ നിങ്ങൾക്ക് വെറുമൊരു വീട് നൽകുക എന്നല്ല ഈ ആയത്തിലൂടെ പറയുന്നത്. മറിച്ച് സമാധാനവും സന്തോഷവും നിറഞ്ഞ, നിങ്ങളുടെ കണ്ണിനും കൽബിനും കുളിർമയേകുന്ന ഒരു ഭവനം നൽകി, എന്റെ വീട് എന്റെ സ്വർഗമാണെന്ന് നിങ്ങൾ പൂർണ്ണ മനസ്സോടെ പറയുന്ന ഒരു നിമിഷം വരെ അവൻ നൽകും. നിങ്ങൾ കടബാധ്യതയിലാണെങ്കിൽ കടം വീടാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ കടം വീട്ടുക മാത്രമല്ല, മറ്റുള്ളവരെ സഹായിക്കാൻ തക്ക ഐശ്വര്യം നൽകി നിങ്ങളുടെ മനസ്സിനെ അവൻ സംതൃപ്തമാക്കും. ഈ വചനം അവതരിച്ചപ്പോൾ പ്രവാചകൻ എന്തുമാത്രം സന്തോഷിച്ചിട്ടുണ്ടാകും. ഒരു ഹദീസിൽ കാണാം, ഈ ആയത്ത് അവതരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരാളെങ്കിലും നരകത്തിൽ ശേഷിക്കുന്ന കാലത്തോളം ഞാൻ തൃപ്തനാവുകയില്ല. നോക്കൂ, അല്ലാഹുവിന്റെ വാഗ്ദാനത്തിന്റെ വിശാലത മനസ്സിലാക്കിയ പ്രവാചകൻ ആ വാഗ്ദാനത്തെ തന്റെ സമുദായത്തിനു മുഴുവൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാക്കി മാറ്റി. അല്ലാഹുവിന്റെ ഔദാര്യം അത്ര വലുതാണ്. അവൻ നൽകുമ്പോൾ പരിധികൾ വെക്കുകയില്ല. അവൻ നൽകുന്നത് അവന്റെ ഖജനാവിൽ നിന്ന് ഒരു കുറവും വരുത്തുകയുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകളെ നിങ്ങൾ പരിമിതപ്പെടുത്തരുത്. ചെറിയ കാര്യങ്ങൾക്കു വേണ്ടി മാത്രം ചോദിക്കരുത്. നിങ്ങളുടെ രക്ഷിതാവിനോട് അവന്റെ മഹത്വത്തിനനുസരിച്ച് ചോദിക്കുക. അവൻ നൽകിയാൽ നിങ്ങളുടെ സങ്കല്പങ്ങൾക്കും അപ്പുറമായിരിക്കും അവൻ നൽകുക. ഈ ലോകത്ത് നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ പോലും വിഷമിക്കേണ്ട. കാരണം ഈ വാഗ്ദാനം പരലോകത്തും പൂർത്തിയാക്കപ്പെടും. അവിടെ വെച്ച് അല്ലാഹു തന്റെ ദാസന് നൽകും, അവൻ പൂർണ്ണമായി തൃപ്തിപ്പെടുന്നതുവരെ. സ്വർഗത്തിലെ ഏറ്റവും താഴ്ന്ന പദവിയിലുള്ള ആൾക്കുപോലും ഈ ദുനിയാവിന്റെ 10 ഇരട്ടിയിലധികം നൽകപ്പെടുമെന്ന് ഹദീസുകൾ പഠിപ്പിക്കുന്നു. അപ്പോൾ പിന്നെ അല്ലാഹുവിനെ സ്നേഹിക്കുകയും അവനെ അനുസരിക്കുകയും ചെയ്തവരുടെ കാര്യമോ? ഈ മഹത്തായ വാഗ്ദാനങ്ങൾ നൽകിയ ശേഷം അല്ലാഹു പ്രവാചകന്റെ ഭൂതകാലത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. വെറും വാഗ്ദാനങ്ങൾ നൽകി വിടുകയല്ല, മറിച്ച് ഞാൻ മുൻപും നിന്നെ പരിപാലിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോഴും പരിപാലിക്കും, ഭാവിയിലും പരിപാലിക്കും എന്ന് തെളിവ് സഹിതം ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊരു മനഃശാസ്ത്രപരമായ സമീപനമാണ്. ഒരാൾക്ക് ഉറപ്പ് നൽകുമ്പോൾ പഴയ കാലത്ത് അവരെ സഹായിച്ച കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് ആ ഉറപ്പിന് കൂടുതൽ ബലം നൽകും. അല്ലാഹു ചോദിക്കുന്നു, അലം യജിദ്ക യതീമൻ ഫആവാ, എന്താ നിന്നെ അവനൊരു അനാഥനായി കണ്ടെത്തിയിട്ട് അഭയം നൽകിയില്ലേ? പ്രവാചകന്റെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. ജനിക്കുന്നതിനു മുൻപേ പിതാവ് നഷ്ടപ്പെട്ടു. 6-ാമത്തെ വയസ്സിൽ ഉമ്മയും വിട പറഞ്ഞു. പൂർണ്ണമായ അനാഥത്വം. ആ മരുഭൂമിയിൽ ആരു തുണയാകാനാണ്? എന്നാൽ അല്ലാഹു കൈവിട്ടില്ല. സ്നേഹനിധിയായ വല്ലുപ്പൻ അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണത്തിലാക്കി. അദ്ദേഹത്തിന്റെ മരണശേഷം സ്വന്തം മക്കളേക്കാൾ സ്നേഹം നൽകിയ പിതൃവ്യൻ അബൂ ത്വാലിബിന്റെ തണലിലേക്ക് മാറ്റി. ഓരോ ഘട്ടത്തിലും അല്ലാഹു അവിടത്തേക്ക് അഭയം നൽകിക്കൊണ്ടേയിരുന്നു. ഈ ചോദ്യം ഇന്ന് നമ്മോടുകൂടിയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനാഥത്വത്തിന്റെ, ഒറ്റപ്പെടലിന്റെ നിമിഷങ്ങളുണ്ടായിട്ടില്ലേ? ഒരുപക്ഷെ മാതാപിതാക്കളുണ്ടായിരിക്കാം, പക്ഷേ മാനസികമായി നാം ഒറ്റപ്പെട്ടുപോയ നിമിഷങ്ങൾ. ആരും മനസ്സിലാക്കാനില്ല, ആരും കേൾക്കാനില്ല എന്ന് തോന്നിയ സന്ദർഭങ്ങൾ. അപ്പോഴൊക്കെ അല്ലാഹു ഏതെങ്കിലും ഒരു രൂപത്തിൽ നമുക്ക് അഭയം നൽകിയിട്ടില്ലേ? ഒരു നല്ല സുഹൃത്തായി, ഒരു പങ്കാളിയായി, അല്ലെങ്കിൽ ഒരു പുസ്തകത്തിലെ ആശ്വാസവാക്കുകളായി, അതുമല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയ്ക്ക് ശേഷം ലഭിക്കുന്ന സമാധാനമായി. ഓർത്തുനോക്കൂ, നിങ്ങളുടെ ജീവിതത്തിലെ ആ അഭയങ്ങൾ, അത് നൽകിയത് നിങ്ങളുടെ രക്ഷിതാവാണ്. തുടർന്ന് അല്ലാഹു ഓർമ്മിപ്പിക്കുന്നു, ഒവജദക ളാല്ലൻ ഫഹദാ, നിന്നെ അവൻ വഴിയറിയാത്തവനായി കണ്ടെത്തിയിട്ട് നേർവഴി കാണിച്ചു തന്നില്ലേ? ഇവിടെ ളാല്ലൻ എന്ന വാക്കിന് വഴിയറിയാത്തവൻ, അന്വേഷിക്കുന്നവൻ എന്നെല്ലാമാണ് അർത്ഥം. പ്രവാചകത്വത്തിനു മുൻപുള്ള കാലത്ത് മുഹമ്മദ് നബി
തന്റെ സമൂഹത്തിൽ നിലനിന്നിരുന്ന വിഗ്രഹാരാധനയിലും തിന്മകളിലും അസംതൃപ്തനായിരുന്നു. സത്യമെന്താണെന്ന് അദ്ദേഹം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹിറാ ഗുഹയിൽ പോയി ഏകാന്തമായി ധ്യാനിച്ചിരുന്നത് ആ സത്യം കണ്ടെത്താനുള്ള യാത്രയുടെ ഭാഗമായിരുന്നു. ആ അന്വേഷണത്തിന്റെ ഒടുവിലാണ് അല്ലാഹു അദ്ദേഹത്തിന് ദിവ്യബോധനം നൽകി നേർവഴി കാണിച്ചുകൊടുത്തത്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെയുള്ള ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. പാപങ്ങളിൽ മുഴുകി ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്നറിയാതെ ഉഴറി നടന്ന കാലം, എങ്ങോട്ടു പോകണം, എന്തു ചെയ്യണമെന്നറിയാതെ നിന്ന നിമിഷങ്ങൾ. അപ്പോഴാണ് അല്ലാഹു ഹിദായത്തെന്ന വെളിച്ചം നമ്മുടെ ഹൃദയത്തിലേക്കിട്ട് തന്നത്. നമസ്കരിക്കാൻ തോന്നിയത്, ഖുർആൻ ഓതാൻ തോന്നിയത്, ഒരു ഇസ്ലാമിക പ്രഭാഷണം കേൾക്കാനിടയായത്, അതെല്ലാം അവൻ നമ്മളെ നേർവഴിക്ക് നയിച്ചതിന്റെ അടയാളങ്ങളാണ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അവൻ നമ്മളെ കൈപിടിച്ച് നടത്തിയതാണ്. ആ റബ്ബ് എങ്ങനെയാണ് നമ്മളെ ഇപ്പോൾ വഴിയിൽ തനിച്ചാക്കുക? അനാഥന് അഭയം നൽകി വഴിയറിയാത്തവന് മാർഗം കാണിച്ചു കൊടുത്ത റബ്ബ് തന്റെ അടുത്ത അനുഗ്രഹത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. വവജദക ആയിലിൻ ഫഅഗ്ന, നിന്നെ അവൻ ദരിദ്രനായി കണ്ടെത്തിയിട്ട് ഐശ്വര്യം നൽകിയില്ലേ? പ്രവാചകത്വത്തിന് മുൻപും ശേഷവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമ്പന്നനായിരുന്നില്ല. ചെറുപ്പത്തിൽ തന്നെ ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടിന്റെയും ദിനങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയിട്ടുണ്ട്. എന്നാൽ അല്ലാഹു അദ്ദേഹത്തെ ഐശ്വര്യവാനാക്കി. എങ്ങനെയാണത്? സ്നേഹനിധിയായ സമ്പന്നയായ ഖദീജ റളിയല്ലാഹു അൻഹായെ ജീവിത പങ്കാളിയായി നൽകി. അവർ തന്റെ സമ്പത്ത് മുഴുവൻ ഇസ്ലാമിന്റെ മാർഗത്തിൽ പ്രവാചകന് വേണ്ടി സമർപ്പിച്ചു. പിന്നീട് യുദ്ധങ്ങളിൽ വിജയം നൽകി ഗനീമത്ത് സ്വത്തിലൂടെ മുസ്ലിം സമൂഹത്തിന് സാമ്പത്തിക ഭദ്രത നൽകി. അതിലുപരി അൽ ഗിന എന്ന വാക്കിന് ഐശ്വര്യം എന്നതിനേക്കാൾ ആഴത്തിലുള്ള അർത്ഥമുണ്ട്. മറ്റാരെയും ആശ്രയിക്കാത്ത അവസ്ഥ, അഥവാ മനസ്സിന്റെ സംതൃപ്തി. അല്ലാഹു പ്രവാചകന്റെ ഹൃദയത്തിന് സംതൃപ്തി നൽകി. ഭൗതികമായ സമ്പത്തിനപ്പുറമുള്ള ഏറ്റവും വലിയ ഐശ്വര്യം. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കൂ. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത അവസ്ഥയിലൂടെ നമ്മളോ നമ്മുടെ മുൻഗാമികളോ കടന്നുപോയിട്ടുണ്ടാകാം. ഒരു ജോലിക്ക് വേണ്ടി എത്രയെത്ര വാതിലുകൾ മുട്ടിയിട്ടുണ്ടാകാം. കടങ്ങൾ നമ്മെ വരിഞ്ഞു മുറുക്കിയ രാത്രികൾ ഉണ്ടായിരുന്നിരിക്കാം. അപ്പോഴെല്ലാം അല്ലാഹു നമ്മെ സഹായിച്ചിട്ടില്ലേ? ഒരപ്രതീക്ഷിതമായ ഒരു വഴിയിലൂടെ ഒരു ജോലി നൽകി, ഒരു സുഹൃത്തിന്റെ സഹായത്തിലൂടെ ഒരു സാമ്പത്തിക പ്രതിസന്ധി നീക്കി, കുറഞ്ഞ വരുമാനത്തിൽ പോലും ബർക്കത്ത് നൽകി നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി. അതെല്ലാം അവൻ നമ്മെ ഐശ്വര്യവാനാക്കിയതിന്റെ ഉദാഹരണങ്ങളാണ്. അന്ന് നമ്മെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റിയ റബ്ബ് ഇന്നും നമ്മുടെ സാമ്പത്തിക പ്രയാസങ്ങളിൽ നമ്മെ സഹായിക്കാൻ കഴിവുള്ളവനാണ്. ഇങ്ങനെ 3 കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് അല്ലാഹു പ്രവാചകന്റെ നമ്മുടെയും ഹൃദയത്തെ ബലപ്പെടുത്തുകയാണ്. നീ അനാഥനായിരുന്നപ്പോൾ ഞാൻ നിനക്ക് അഭയം നൽകി. നീ വഴിയറിയാതെ നിന്നപ്പോൾ ഞാൻ നിനക്ക് മാർഗദർശനം നൽകി. നീ ദരിദ്രനായിരുന്നപ്പോൾ ഞാൻ നിനക്ക് ഐശ്വര്യം നൽകി. ഈ ഓർമ്മപ്പെടുത്തലുകൾക്ക് ശേഷം സൂറത്ത് ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഭൂതകാലത്തിലെ അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിച്ചതിനു ശേഷം ആ അനുഗ്രഹങ്ങൾക്ക് എങ്ങനെ നന്ദി കാണിക്കണം എന്ന് അല്ലാഹു പഠിപ്പിക്കുന്നു. ഇത് കേവലം വാക്കുകളിലൂടെയുള്ള നന്ദിയല്ല, മറിച്ച് പ്രവൃത്തികളിലൂടെയുള്ള നന്ദിയാണ്. അല്ലാഹു കൽപ്പിക്കുന്നു, ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ, അതുകൊണ്ട് നീ അനാഥയെ അടക്കി ഭരിക്കരുത്, അവനോട് കാർക്കശ്യം കാണിക്കരുത്. നോക്കൂ, എത്ര മനോഹരമായ ബന്ധമാണിത്. സൂറത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു ഓർമ്മിപ്പിച്ചതെന്താണ്? നിന്നെ അവനൊരു അനാഥനായി കണ്ടെത്തിയിട്ട് അഭയം നൽകിയില്ലേ എന്നാണ്. ആ അനുഗ്രഹത്തിനുള്ള നന്ദി എന്താണ്? നിന്റെ മുന്നിൽ ഒരു അനാഥൻ വന്നാൽ അവനെ നീ വിഷമിപ്പിക്കരുത്, അവനോട് നീ കാരുണ്യം കാണിക്കണം. കാരണം ഒരു കാലത്ത് നീയും ആ അവസ്ഥയിലായിരുന്നു. അന്ന് ഞാൻ നിനക്ക് തണലേകിയതുപോലെ ഇന്ന് നീ അവർക്ക് തണലാകണം. ഇത് നമുക്കുള്ള സന്ദേശമാണ്. നമ്മുടെ ജീവിതത്തിലെ ദുർബലമായ അവസ്ഥകളിൽ അല്ലാഹു നമ്മെ എങ്ങനെ സഹായിച്ചു എന്നോർക്കുക. ആ ഓർമ്മ നമ്മളെക്കാൾ ദുർബലരായവരോട് അനുകമ്പയോടെ പെരുമാറാൻ നമ്മെ പ്രേരിപ്പിക്കണം. ഒരു അനാഥ കുട്ടിയുടെ തലയിൽ സ്നേഹത്തോടെ തലോടുമ്പോൾ നാം ഓർക്കണം നമ്മുടെ ഏകാന്തതയിൽ അല്ലാഹു നമ്മെ തലോടിയതിനെക്കുറിച്ച്. അടുത്ത കൽപ്പന, വഅമ്മസ്സായില ഫലാ തൻഹർ, ചോദിച്ചു വരുന്നവനെ നീ വിരട്ടി ഓടിച്ചരുത്. ഇവിടെ സാഇൽ എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. പണമോ ഭക്ഷണമോ ചോദിച്ചു വരുന്ന യാചകൻ ഒരു സായിലാണ്. അറിവ് ചോദിച്ചു വരുന്ന വിദ്യാർത്ഥി ഒരു സായിലാണ്. ഒരു ഉപദേശം തേടി വരുന്ന സുഹൃത്ത് ഒരു സായിലാണ്. ആരോടും പറയാനാകാത്തൊരു സങ്കടം പങ്കുവയ്ക്കാൻ വരുന്നവൻ ഒരു സായിലാണ്. ഇവരാരും നമ്മുടെ മുന്നിൽ വരുമ്പോൾ അവരെ ആട്ടിപ്പായിക്കരുത്, അവരെ നിന്ദിക്കരുത് എന്നാണ് അല്ലാഹുവിൻ്റെ കൽപ്പന.
ഈ കൽപ്പനയെയും മുൻപ് പറഞ്ഞ അനുഗ്രഹവുമായി ബന്ധിപ്പിച്ചു നോക്കൂ. നിന്നെ അവൻ വഴിയറിയാതെ നിന്നവനായി കണ്ടെത്തിയിട്ട് നേർവഴി കാണിച്ചു തന്നില്ലേ? നീ സത്യം അന്വേഷിച്ച് നടന്നപ്പോൾ ഞാൻ നിനക്ക് ഹിദായത്ത് നൽകി. അതുകൊണ്ട് നിന്റെ മുന്നിൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു വന്നാൽ അവരെ നീ തള്ളിക്കളയരുത്. നിനക്ക് നൽകാൻ കഴിയുമെങ്കിൽ നൽകുക, ഇല്ലെങ്കിൽ നല്ല വാക്ക് പറഞ്ഞയക്കുക. നിന്റെ അറിവിൽ നിന്നൊരു ഭാഗം ചോദിച്ചാൽ അത് പറഞ്ഞുകൊടുക്കുക. കാരണം ഒരു കാലത്ത് നീയും അറിവില്ലാത്തവനായിരുന്നു. അല്ലാഹുവാണ് നിനക്ക് അറിവ് നൽകിയത്. അവസാനമായി ഈ സൂറത്തിലെ ഏറ്റവും മനോഹരമായ നന്ദി പ്രകടനത്തിന്റെ പൂർണ്ണതയായ ആ കൽപ്പന വരുന്നു. വ അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. നിന്റെ രക്ഷിതാവിന്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് നീ സംസാരിക്കുക. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുക. ഇത് അഹങ്കാരത്തോടെ മറ്റുള്ളവരുടെ മുന്നിൽ പൊങ്ങച്ചം കാണിക്കാനല്ല, മറിച്ച് 2 പ്രധാന ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഒന്ന്, അല്ലാഹുവിനോടുള്ള നന്ദി പ്രകടിപ്പിക്കാൻ. യാ അല്ലാഹ്, നീ എനിക്ക് നൽകിയ ഈ അനുഗ്രഹത്തിന് നന്ദി എന്ന് പറയുന്നതിന്റെ ഒരു രൂപമാണ് അത് മറ്റൊരാളോട് പങ്കുവയ്ക്കുന്നത്. 2, മറ്റുള്ളവർക്ക് പ്രതീക്ഷ നൽകാൻ. നിങ്ങൾ വലിയൊരു കടക്കണിയിലായിരുന്നു എന്ന് കരുതുക. നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു, കഠിനാധ്വാനം ചെയ്തു. അല്ലാഹു നിങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി. ഈ അനുഭവം നിങ്ങൾ നിരാശനായിരിക്കുന്ന മറ്റൊരു കടക്കാരനോട് പങ്കുവയ്ക്കുമ്പോൾ അത് അയാൾക്ക് നൽകുന്ന പ്രതീക്ഷ എത്ര വലുതായിരിക്കും! അല്ലാഹു അവനെ സഹായിച്ചെങ്കിൽ എന്നെയും സഹായിക്കും എന്ന ചിന്ത അയാളുടെ മനസ്സിൽ വരും. നിങ്ങൾ രോഗശയ്യയിലായിരുന്നു, അല്ലാഹു ശിഫ നൽകി. ആ അനുഭവം നിങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അത് മറ്റു രോഗികൾക്ക് ആശ്വാസം നൽകും. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് അല്ലാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. അത് കേൾക്കുന്നവർക്കും പറയുന്നവർക്കും ഈമാൻ വർദ്ധിപ്പിക്കും. പ്രിയ സഹോദരങ്ങളെ, സൂറത്തുദ്ദുഹ എന്നത് കേവലം 11 വചനങ്ങൾ മാത്രമല്ല, അതൊരു പൂർണ്ണമായ ജീവിത പാഠമാണ്. വിഷാദത്തിന്റെ ഇരുട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന ഓരോ ഹൃദയത്തോടും അല്ലാഹു നേരിട്ട് സംസാരിക്കുകയാണ് ഈ സൂറത്തിലൂടെ. അവൻ നമ്മോട് പറയുന്നു, മകനെ, മകളെ, വിഷമിക്കണ്ട, ഞാൻ നിന്നെ കൈവിട്ടിട്ടില്ല, വെറുത്തിട്ടുമില്ല. ഈ പ്രയാസങ്ങൾ താൽക്കാലികമാണ്. പ്രകാശപൂർണമായ ഒരു ഭാവി നിന്നെ കാത്തിരിക്കുന്നുണ്ട്. ഞാൻ നിനക്ക് നൽകും. നീ പൂർണ്ണമായി തൃപ്തിപ്പെടുന്നതുവരെ നൽകും. ഓർത്തു നോക്കുക, മുൻപ് എത്രയോ തവണ ഞാൻ നിന്നെ സഹായിച്ചിട്ടുണ്ട്. നീ തനയായിരുന്നപ്പോൾ ഞാൻ നിനക്ക് തുണയായില്ലേ? നീ വഴിതെറ്റിയപ്പോൾ ഞാൻ നിന്നെ നേർവഴിയിലാക്കിയില്ലേ? നീ ആവശ്യക്കാരനായിരുന്നപ്പോൾ ഞാൻ നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റിയില്ലേ? അതുകൊണ്ട് ആ നന്ദി നീ പ്രവൃത്തിയിലൂടെ കാണിക്കുക. പാവങ്ങളെ സഹായിക്കുക. ചോദിച്ചു വരുന്നവരെ ആട്ടിയോടിക്കരുത്. എന്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിച്ച് അവർക്കും പ്രതീക്ഷ നൽകുക. അതുകൊണ്ട് അടുത്ത തവണ നിങ്ങളുടെ ഹൃദയം വേദനിക്കുമ്പോൾ, പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്നില്ലെന്ന് തോന്നുമ്പോൾ ഈ സൂറത്തൊന്ന് പാരായണം ചെയ്യുക. അതിന്റെ അർത്ഥമൊന്ന് ചിന്തിക്കുക. നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുക. ആ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തെ ഒരു പുതപ്പുപോലെ പൊതിയും, നിങ്ങളുടെ കണ്ണുനീരിനെ പ്രകാശമാക്കി മാറ്റും. ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചെറിയ സ്വാധീനമെങ്കിലും ചെലുത്തിയെങ്കിൽ അല്ലാഹുവിന്റെ ഈ ആശ്വാസ സന്ദേശം മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക. ഒരുപക്ഷേ ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട ആർക്കെങ്കിലും നിങ്ങളുടെ ഒരു ഷെയർ ആശ്വാസമായേക്കാം. അല്ലാഹു നമ്മെ എല്ലാവരെയും അവന്റെ സ്നേഹവും കാരുണ്യവും മനസ്സിലാക്കുന്ന യഥാർത്ഥ അടിമകളിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുകയും ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.